തലയിൽ വെച്ച നീങ്ങി നടയുന്നേ. അച്ഛാ പിച്ചക്കാര് വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താച്ചോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. അതെങ്ങി തരൂ. അച്ഛോ. ഓ എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതെ, നിവേദനം. അതിന്റെ ബാക്കി ആരാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് ഈ നിവേദ്യം. നിവേദ്യല്ല, നിവേദനം. അതെങ്കിൽ അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട. കാര്യങ്ങളൊക്കെ ഏറ്റോളാന്ന് വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയ ആള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാസ്റ്റേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ടാവും. അപ്പോഴും അരയ്ക്കാൻ ആള് മാറ്റിപ്പിടി വിളിച്ചപ്പോടെ. അരയ്ക്കാൻ ആള് വേണ്ടേന്ന്. അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ. അച്ഛൻ അറിയൂ? അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വിളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉരുളി കൊണ്ട് കിട്ടോ. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ, ഇതാ അര പോരെ. ഒന്നങ്ങനെ തന്നാലുണ്ടല്ലോ. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി. ചക്കര എടുക്കാനാ ആ ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താൻ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കാ? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ്ട. ചക്കരൊക്കെ ഞാൻ എടുത്ത. നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അജമാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചക്ക. ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്കെന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. താങ്ങി ഇതാണോ താങ്ങ്? ഇതിനും കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെ കാനും. മാഷ കൈപ്പുണ്യം എന്ന് പറയുന്നത്. എന്താ അച്ഛോ? മാഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, ആ തല പൊതിച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാരം മതിയാ? ബ്രദർ, തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങ് എടുക്കാനാണ് പറഞ്ഞത്. വെറുതെ ആശിപ്പിച്ചു. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടി വെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കച്ചാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകുകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? എന്തിനീ വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം അതൊന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല. എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ, ആ കത്തി ഇങ്ങോട്ട് തരൂ. അവിടെ ഇരിക്കാൻ
കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച് എനിക്ക് പനി വരില്ല. മാർദി മാർദി ഉണ്ടാ പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. ദാ വരണു. അവിടെ ഉണ്ണീട്ടിന്റെ ഒരു വികൃതികളെ ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. ഇതാ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല, നാളെ തരാം. അവന് ഊട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. ഉണ്ണീട്ടും കൊച്ചു കുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളൂ ഇപ്പോഴും. കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടാവും, നോക്കിക്കോ. ഗോപേട്ടാ അവൻ പിണങ്ങിപ്പോയതാ ആവോ. മോളെ കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം. ഈശോയെ മാഷിനെ കണ്ടാടോ? ഇല്ല. പഞ്ചവർണ്ണ മാഷിനെ കണ്ടാടി? അവിടെ ഉണ്ടാവും. ആ എന്റെ മാഷ് ഇവിടെ വന്ന് നിൽക്കണ. ഇവിടെ നെല്ലിമരം ഉണ്ടാ? ഉണ്ട് മാവ, ഉണ്ട് പ്ലാവ, ഉണ്ട്. തേക്ക. ഹ, ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണിത്. അണ്ടർവെയർ വള്ളി പമ്പക്കി മാറ്റും പാമ്പാട്ടി നീ. ഇവിടെ ഇവിടെ അത് ഇന്ത്യയുടെ പണ്ടാരം. ഇവിടെ ഇവിടെ അങ്ങനെ പറ. തനിക്ക് ഞാൻ തിരുമ്പി തരട്ടെ. വേണ്ട 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 വേണ്ട. തനിക്ക് എന്താ ഭ്രാന്തുണ്ടാ? ഏ, ആയി വന്നല്ലോ കുരിശുമാല. ദാ, ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലല്ലോ, ഗുളികയല്ലേ? മിടുക്കൻ, ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ ഇതിൽ 8 ഗുളികയുണ്ട്. 8ന്റെ പാതി എത്ര? 8ന്റെ പാതി ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കി 3, ഇങ്ങനെയാണെങ്കി 0. മിടുക്കനാ മിടുക്കനാ. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ. നോക്കണ്ട ഇയാളാ. ദാ, ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല. ദേ, ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. വെള്ളം എടുക്കുക. എന്നിട്ട് അങ്ങ് വേഗം ആയിക്കോട്ടെ. എന്ത് വേണം? ഇഴങ്ങി. മിടുക്കൻ. വേങ്കി. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്. ഇതും കൂടി കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നെന്ന്? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛൻ എന്താ ഉദ്ദേശിച്ച? അച്ഛൻ എന്താ ഉദ്ദേശിച്ച? കുഞ്ഞവറാ, അച്ഛൻ എന്താ കുഞ്ഞവറാ. പറഞ്ഞുതരാം. ദാതായി മരുന്ന് കഴിച്ചേ. അച്ഛൻ നന്നാ കഴിക്കില്ല മോനെ. ആ ഈ അച്ഛനാണാ? വെള്ളം എടുത്തേ, വെള്ളം എടുത്തേ. എങ്ങനെയുണ്ട്? പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോ എന്നാ പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ. എന്താ ചെയ്യ? ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തേലി എനിക്കെന്ത് ദുഃഖം. എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. ആ അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ? ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചൻ ആള് ചില്ലറക്കാരനല്ല. അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഛേ, ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോരെ.
വെറുതെ ഇറങ്ങിത്തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ്. ഡാ, അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടില്ല. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില. ഏയ്, ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴു ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് പ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല പ്രാന്ത് കൊടുക്കണേന്ന്. ഡാ, അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ, എന്റെ പ്രാന്തമുത്തപ്പ അവനൊരു വഴിയാക്കി തരടേ.